ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മീൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കിളിമീനാണ്. ഞാൻ 2 കിളിമീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒരു ചട്ടിയിൽ എടുത്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഞാനിപ്പോൾ സാധാരണ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പുപൊടി. ഇനി 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷ് മസാല ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് സ്പൂൺ കൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2-3 സ്പൂൺ മാത്രം മതിയാവും. ഇപ്പം നമ്മൾ 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി വെള്ളം വേണം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും വെള്ളം മതി. ഇതിൽ കൂടുതൽ വെള്ളമാണെങ്കിൽ ഫിഷിൽ മസാലയൊന്നും നന്നായിട്ട് പിടിക്കത്തില്ല. ഇനി നമുക്ക് ഈ മസാല ഫിഷിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഓരോ മീനിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഫിഷ് വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഫിഷിൻ്റെ ഉള്ളിലും പിന്നെ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്നതിലും ഒക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. 2 സൈഡിലും ഇങ്ങനെ നമുക്ക് മസാല തേച്ച് കൊടുക്കാം. ഈ ഫിഷിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതിലും ഇതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. 2 സൈഡിലും മസാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എങ്കിലേ മസാലയൊക്കെ ഫിഷിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 അവർ ഇതൊന്ന് മൂടി വയ്ക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഫിഷും നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ട് പതിയെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്.
ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു 25 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി രണ്ടായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചുവന്നുള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം. അതുവരെ നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം. 2-3 മിനിറ്റ് ഒക്കെ മതിയാവും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. പിന്നെ നമ്മൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 2 വാഴയില എടുത്തിട്ടുണ്ട്. ഒരു വലിയ വാഴയിലയും അതിന് മുകളിലായിട്ട് ഒരു ചെറിയ വാഴയിലയും. ഈ വാഴയില നമ്മൾ വാട്ടിയെടുത്തതാണ്. ഇനി നമുക്ക് മുകളിലത്തെ വാഴയിലയുടെ നടുവിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. 2-3 സ്പൂൺ മസാല വെച്ച് കൊടുത്താൽ മതിയാവും. മസാല വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വീണ്ടും ഈ മീനിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കണം. മസാലയൊക്കെ മീനിന് മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് തക്കാളി വട്ടത്തിൽ മുറിച്ചത് വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഇലയൊന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കുമ്പോൾ ഇല പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വാഴയില വാട്ടിയെടുത്തത്. ഇങ്ങനെ കൈകൊണ്ടൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് വാഴയുടെ നാരുപയോഗിച്ച് ഇതിന് മുകളിലായിട്ടൊന്ന് കെട്ടിവെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീൻ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. മറ്റേ സൈഡും 5-6 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കണം. 2 സൈഡും പൊള്ളിച്ചെടുത്തിട്ട് നമ്മളിത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.